1 ശമൂവേൽ അധ്യായം 25. ശമൂവേൽ മരിച്ചു. ഇസ്രായേലൊക്കെയും ഒരുമിച്ച് കൂടി അവനെക്കുറിച്ച് വിലപിച്ചു. രാമയിൽ അവന്റെ വീട്ടിനരികെ അവനെ അടക്കം ചെയ്തു. ദാവീദ് പുറപ്പെട്ടു പാരാൻ മരുഭൂമിയിൽ പോയി പാർത്തു. കർമ്മേലിൽ വ്യാപാരമുള്ള ഒരു മാവോന്യൻ ഉണ്ടായിരുന്നു. അവൻ മഹാധനികനായിരുന്നു. അവന് 3000 ചെമ്മരിയാടും 1000 കോലാടും ഉണ്ടായിരുന്നു. അവന് കർമ്മേലിൽ ആടുകളെ രോമം കത്രിക്കുന്ന അടിയന്തരമുണ്ടായിരുന്നു. അവന് നാബാൽ എന്നും അവന്റെ ഭാര്യയ്ക്ക് അബീഗയിൽ എന്നും പേർ. അവൾ നല്ല വിവേകമുള്ളവളും സുന്ദരിയും. അവനോ നിഷ്ഠൂരനും ദുഷ്കർമ്മിയും ആയിരുന്നു. അവൻ കാലേബ് വംശക്കാരനായിരുന്നു. നാബാലിന് ആടുകളെ രോമം കത്രിക്കുന്ന അടിയന്തരമുണ്ടെന്ന് ദാവീദ് മരുഭൂമിയിൽ കേട്ടു. ദാവീദ് 10 ബാല്യക്കാരെ അയച്ചു. അവരോട് പറഞ്ഞത്, നിങ്ങൾ കർമ്മേലിൽ നാബാലിന്റെ അടുക്കൽ ചെന്ന് എന്റെ പേരിൽ അവന് വന്ദനം ചൊല്ലി, നന്നായിരിക്കട്ടെ, നിനക്കും നിന്റെ ഭവനത്തിനും നന്നായിരിക്കട്ടെ, നിനക്കുള്ള സകലത്തിനും നന്നായിരിക്കട്ടെ. നിനക്ക് ആടുകളെ രോമം കത്രിക്കുന്ന അടിയന്തരമുണ്ടെന്ന് ഞാൻ കേട്ടിരിക്കുന്നു. നിന്റെ ഇടയന്മാർ ഞങ്ങളോടുകൂടെ ഇരുന്നപ്പോൾ ഞങ്ങൾ അവരെ ഉപദ്രവിച്ചില്ല. അവർ കർമ്മേലിൽ ഇരുന്ന കാലത്തൊക്കെയും അവർക്ക് ഒന്നും കാണാതെ പോയതുമില്ല. നിന്റെ ബാല്യക്കാരോട് ചോദിച്ചാൽ അവരും നിന്നോട് പറയും. അതുകൊണ്ട് ഈ ബാല്യക്കാരോട് ദയ തോന്നേണം. നല്ല നാളിലല്ലോ ഞങ്ങൾ വന്നിരിക്കുന്നത്. നിന്റെ കയ്യിൽ വരുന്നത് അടിയങ്ങൾക്കും നിന്റെ മകനായ ദാവീദിനും തരേണമേ എന്നവനോട് പറവിൻ. ദാവീദിന്റെ ബാല്യക്കാർ ചെന്ന് നാബാലിനോട് ഈ വാക്കുകളെല്ലാം ദാവീദിന്റെ പേരിൽ അറിയിച്ചു കാത്തുനിന്നു. നാബാൽ ദാവീദിന്റെ ഭൃത്യന്മാരോട്, ദാവീദ് ആർ? ഇശായിയുടെ മകൻ ആർ? യജമാനന്മാരെ വിട്ടുപോയി കളയുന്ന ദാസന്മാർ ഇക്കാലത്ത് വളരെയുണ്ട്. ഞാൻ എൻ്റെ അപ്പവും വെള്ളവും എൻ്റെ ആടുകളെ രോമം കത്രിക്കുന്നവർക്കായി ഒരുക്കിയ മാംസവും എടുത്ത് എവിടത്തുകാർ എന്നറിയാത്തവർക്ക് കൊടുക്കുമോ എന്നുത്തരം പറഞ്ഞു. ദാവീദിന്റെ ബാല്യക്കാർ മടങ്ങി വന്നു വിവരമൊക്കെയും അവനോട് അറിയിച്ചു. അപ്പോൾ ദാവീദ് തന്റെ ആളുകളോട്, എല്ലാവരും വാൾ അരയ്ക്ക് കെട്ടിക്കൊള്ളുവീൻ എന്ന് പറഞ്ഞു. അവർ എല്ലാവരും വാൾ അരയ്ക്ക് കെട്ടി. ദാവീദും വാൾ അരയ്ക്ക് കെട്ടി. ഏകദേശം 400 പേർ ദാവീദിന്റെ പിന്നാലെ പുറപ്പെട്ടു പോയി. 200 പേർ സാമാനങ്ങളുടെ അടുക്കൽ പാർത്തു. എന്നാൽ ബാല്യക്കാരിൽ ഒരുത്തൻ നാബാലിന്റെ ഭാര്യയായ അബീഗയിലിനോട് പറഞ്ഞതെന്തെന്നാൽ, ദാവീദ് നമ്മുടെ യജമാനന് വന്ദനം ചൊല്ലുവാൻ മരുഭൂമിയിൽ നിന്ന് ദൂതന്മാരെ അയച്ചു. അവനോ അവരെ ശകാരിച്ചയച്ചു. എന്നാൽ ആ പുരുഷന്മാർ ഞങ്ങൾക്ക് ഏറ്റവും ഉപകാരമുള്ളവരായിരുന്നു. ഞങ്ങൾ വയലിൽ അവരുമായി സഹവാസം ചെയ്തിരുന്ന കാലത്തൊരിക്കലും അവർ ഞങ്ങളെ ഉപദ്രവിച്ചില്ല. ഞങ്ങൾക്കൊന്നും കാണാതെ പോയതുമില്ല. ഞങ്ങൾ ആടുകളെ മേയിച്ചുകൊണ്ട് അവരോടുകൂടെ ആയിരുന്നപ്പോഴൊക്കെയും രാവും പകലും അവർ ഞങ്ങൾക്ക് ഒരു മതിലായിരുന്നു. ആകയാൽ ഇപ്പോൾ ചെയ്യേണ്ടത് എന്തെന്ന് ആലോചിച്ചു നോക്കേണം. നമ്മുടെ യജമാനനും അവന്റെ സകല ഭവനത്തിനും ദോഷം നിർണയിച്ചു പോയിരിക്കുന്നു. അവനോ ദുസ്വഭാവിയാകൊണ്ട് അവനോട് ആർക്കും ഒന്നും മിണ്ടിക്കൂടാ. ഉടനെ അബീഗയിൽ 200 അപ്പവും 2 തുരുത്തി വീഞ്ഞും പാകം ചെയ്ത 5 ആടും 5 പറമലരും 100 ഉണക്കമുന്തിരിക്കൊലയും 200 അത്തിയടയും എടുത്ത് കഴുതപ്പുറത്ത് കയറ്റി ബാല്യക്കാരോട്, നിങ്ങൾ എനിക്ക് മുൻപായി പോകുവീൻ, ഞാൻ ഇതാ പിന്നാലെ വരുന്നു എന്ന് പറഞ്ഞു. തന്റെ ഭർത്താവായ നാബാലിനോട് അവൾ ഒന്നും അറിയിച്ചില്ല താനും. അവൾ കഴുതപ്പുറത്ത് കയറി മലയുടെ മറവിൽ കൂടി ഇറങ്ങിച്ചെല്ലുമ്പോൾ ഇതാ ദാവീദും അവന്റെ ആളുകളും അവളുടെ നേരെ വന്നു. അവൾ അവരെ എതിരേറ്റു. എന്നാൽ ദാവീദ് മരുഭൂമിയിൽ അവന് ഉണ്ടായിരുന്നതൊക്കെയും ഞാൻ വെറുതെയല്ലോ കാത്തത്, അവന്റെ വക ഒന്നും കാണാതെ പോയതുമില്ല. അവനോ നന്മയ്ക്ക് പകരം എനിക്ക് തിന്മ ചെയ്തു. അവനുള്ള സകലത്തിലും പുരുഷപ്രജയായ ഒന്നിനെയെങ്കിലും പുലരും വരെ ഞാൻ ജീവനോടെ വെച്ചേച്ചാൽ ദൈവം ദാവീദിന്റെ ശത്രുക്കൾക്ക് തക്കവണ്ണവും അധികവും ചെയ്യട്ടെ എന്ന് പറഞ്ഞിരുന്നു. അബീഗയിൽ
ദാവീദിനെ കണ്ടപ്പോൾ ക്ഷണത്തിൽ കഴുതപ്പുറത്തു നിന്ന് ഇറങ്ങി ദാവീദിന്റെ മുൻപിൽ സാഷ്ടാംഗം വീണ് നമസ്കരിച്ചു. അവൾ അവന്റെ കാൽക്കൽ വീണു പറഞ്ഞത്, യജമാനനെ, കുറ്റം എൻ്റെ മേലിരിക്കട്ടെ. അടിയൻ ഒന്ന് ബോധിപ്പിച്ചു കൊള്ളട്ടെ. അടിയന്റെ വാക്കുകളെ കേൾക്കണമേ. ദുസ്വഭാവിയായ ഈ നാബാലിനെ യജമാനൻ ഗണ്യമാക്കരുതേ. അവൻ തന്റെ പേർ പോലെ തന്നെ ആകുന്നു. നാബാൽ എന്നല്ലോ അവന്റെ പേർ. ഭോഷത്വം അത്രേ അവന്റെ പക്കലുള്ളത്. അടിയനോ യജമാനൻ അയച്ച ബാല്യക്കാരെ കണ്ടിരുന്നില്ല. ആകയാൽ യജമാനനെ, യഹോവയാണ്, നിന്നാണ് രക്തപാതകവും സ്വന്ത കൈയാൽ പ്രതികാരവും ചെയ്യാതെ വണ്ണം യഹോവ നിന്നെ തടുത്തിരിക്കുന്നു. നിന്റെ ശത്രുക്കളും യജമാനന് ദോഷം വിചാരിക്കുന്നവരും നാബാലിനെ പോലെ ആകട്ടെ. ഇപ്പോൾ യജമാനന്റെ അടുക്കൽ അടിയൻ കൊണ്ടുവന്നിരിക്കുന്ന ഈ കാഴ്ച യജമാനന്റെ പരിചാരകരായ ബാല്യക്കാർക്ക് ഇരിക്കട്ടെ. അടിയന്റെ കുറ്റം ക്ഷമിക്കണമേ. യഹോവ യജമാനന് സ്ഥിരമായൊരു ഭവനം പണിയും. യഹോവയുടെ യുദ്ധങ്ങളെയല്ലോ യജമാനൻ നടത്തുന്നത്. ആയുഷ്കാലത്തൊരിക്കലും നിന്നിൽ ദോഷം കാണുകയില്ല. മനുഷ്യൻ നിന്നെ പിന്തുടർന്ന് നിനക്ക് ജീവഹാനി വരുത്തുവാൻ എഴുന്നേറ്റാലും യജമാനന്റെ പ്രാണൻ നിന്റെ ദൈവമായ യഹോവയുടെ പക്കൽ ജീവഭാണ്ഡത്തിൽ കെട്ടപ്പെട്ടിരിക്കും. നിന്റെ ശത്രുക്കളുടെ പ്രാണങ്ങളെയോ അവൻ കവിണിയുടെ തടത്തിൽ നിന്ന് എന്ന പോലെ എറിഞ്ഞു കളയും. എന്നാൽ യഹോവ യജമാനന് വാഗ്ദാനം ചെയ്തിരിക്കുന്ന എല്ലാ നന്മയും നിവർത്തിച്ചു തന്നു നിന്നെ ഇസ്രായേലിന് പ്രഭുവാക്കി വെക്കുമ്പോൾ ആ കാരണമായി രക്തം ചിന്നുകയും യജമാനൻ താൻ തന്നെ പ്രതികാരം നടത്തുകയും ചെയ്തുപോയി എന്നുള്ള ചഞ്ചലവും മനോവ്യഥയും യജമാനന് ഉണ്ടാകയില്ല. എന്നാൽ യഹോവ യജമാനന് നന്മ ചെയ്യുമ്പോൾ അടിയനെയും ഓർത്തുകൊള്ളണമേ. ദാവീദ് അബീഗയിലിനോട് പറഞ്ഞത്, എന്നെ എതിരേൽപ്പാൻ നിന്നെ ഇന്ന് അയച്ചിരിക്കുന്ന ഇസ്രായേലിന്റെ ദൈവമായ യഹോവയ്ക്ക് സ്തോത്രം. നിന്റെ വിവേകം സ്തുത്യം. രക്തപാതകവും സ്വന്ത കൈയാൽ പ്രതികാരവും ചെയ്യാതെ വണ്ണം എന്നെ ഇന്ന് തടുത്തിരിക്കുന്ന നീയും അനുഗ്രഹിക്കപ്പെട്ടവൾ. നിന്നോട് ദോഷം ചെയ്യാതെ വണ്ണം എന്നെ തടുത്തിരിക്കുന്ന ഇസ്രായേലിന്റെ ദൈവമായ യഹോവയാണ്. നീ ബന്ധപ്പെട്ടു എന്നെ എതിരേറ്റ് വന്നിരുന്നില്ലെങ്കിൽ നേരം പുലരുമ്പോഴേക്ക് പുരുഷപ്രജയൊന്നും നാബാലിന് ശേഷിക്കയില്ലായിരുന്നു. പിന്നെ അവൾ കൊണ്ടുവന്നത് ദാവീദ് അവളുടെ കയ്യിൽ നിന്ന് വാങ്ങി അവളോട്, സമാധാനത്തോടെ വീട്ടിലേക്ക് പോക. ഇതാ ഞാൻ നിന്റെ വാക്ക് കേട്ട് നിന്റെ മുഖം ആദരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അബീഗയിൽ നാബാലിന്റെ അടുക്കൽ എത്തിയപ്പോൾ അവൻ തന്റെ വീട്ടിൽ രാജവിരുന്നു പോലെ ഒരു വിരുന്ന് കഴിക്കുന്നത് കണ്ടു. നാബാലിന്റെ ഹൃദയം ആനന്ദത്തിലായി. അവന് നന്നാ ലഹരി പിടിച്ചിരുന്നു. അതുകൊണ്ട് അവൾ നേരം വെളുക്കും വരെ വിവരമൊന്നും അവനെ അറിയിച്ചില്ല. എന്നാൽ രാവിലെ നാബാലിന്റെ വീഞ്ഞ് ഇറങ്ങിയ ശേഷം അവന്റെ ഭാര്യ അവനോട് വിവരം അറിയിച്ചപ്പോൾ അവന്റെ ഹൃദയം അവന്റെ ഉള്ളിൽ നിർജീവമായി അവൻ കല്ലിച്ചുപോയി. 10 ദിവസം കഴിഞ്ഞ ശേഷം യഹോവ നാബാലിനെ ദണ്ഡിപ്പിച്ചു. അവൻ മരിച്ചുപോയി. നാബാൽ മരിച്ചു എന്ന് ദാവീദ് കേട്ടപ്പോൾ എന്നെ നിന്ദിച്ച നിന്ദയ്ക്കായിട്ട് നാബാലിനോട് വ്യവഹരിക്കുകയും തന്റെ ദാസനെ തിന്മ ചെയ്യാതെ വണ്ണം തടുക്കുകയും ചെയ്ത യഹോവയ്ക്ക് സ്തോത്രം. നാബാലിന്റെ ദുഷ്ടത യഹോവ അവന്റെ തലയിൽ തന്നെ വരുത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞു. പിന്നെ ദാവീദ് അബീഗയിലിനെ തനിക്ക് ഭാര്യയായി പരിഗ്രഹിക്കേണ്ടതിന് അവളോട് സംസാരിപ്പാൻ ആളയച്ചു. ദാവീദിന്റെ ഭൃത്യന്മാർ കർമ്മേലിൽ അബീഗയിലിന്റെ അടുക്കൽ ചെന്ന് അവളോട്, നീ ദാവീദിന് ഭാര്യയായി തീരുവാൻ നിന്നെ കൊണ്ടു ചെല്ലേണ്ടതിന് ഞങ്ങളെ അവൻ നിന്റെ അടുക്കൽ അയച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അവൾ എഴുന്നേറ്റ് നിലം വരെ തല കുനിച്ചു. ഇതാ അടിയൻ യജമാനന്റെ ദാസന്മാരുടെ കാലുകളെ കഴുകുന്ന ദാസി എന്ന് പറഞ്ഞു. ഉടനെ അബീഗയിൽ എഴുന്നേറ്റു തന്റെ പരിചാരകികളായ 5 ബാല്യക്കാരത്തികളുമായി കഴുതപ്പുറത്ത് കയറി ദാവീദിന്റെ ദൂതന്മാരോടുകൂടെ ചെന്നു അവന് ഭാര്യയായി തീർന്നു. ഇസ്രായേലിൽ നിന്ന് ദാവീദ് അഹിനോവമിനെയും കൊണ്ടുവന്നു. അവർ ഇരുവരും അവന് ഭാര്യമാരായി തീർന്നു. ശൗലോ തന്റെ മകളും ദാവീദിന്റെ ഭാര്യയുമായിരുന്ന മീഖളിനെ ഗല്ലീമ്യനായ ലയീഷിന്റെ മകൻ ഭൽത്തിക്ക് കൊടുത്തിരുന്നു. 1 ശമൂവേൽ അധ്യായം 26.
അനന്തരം സീഫ്യർ ഗിബെയയിൽ ശൗലിന്റെ അടുക്കൽ വന്നു. ദാവീദ് മരുഭൂമിക്ക് തെക്കുള്ള ഹഖീല കുന്നിൽ ഒളിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ശൗൽ എഴുന്നേറ്റ് ദാവീദിനെ തിരയുവാൻ സീഫ് മരുഭൂമിയിലേക്ക് ചെന്നു. ഇസ്രായേലിൽ നിന്ന് തിരഞ്ഞെടുത്തിരുന്ന 3000 പേരും അവനോടുകൂടെ ഉണ്ടായിരുന്നു. ശൗൽ മരുഭൂമിക്ക് തെക്കുള്ള ഹഖീല കുന്നിൽ പെരുവഴിക്കരികെ പാളയമിറങ്ങി. ദാവീദോ മരുഭൂമിയിൽ പാർത്തു. ശൗൽ തന്നെ തേടി മരുഭൂമിയിൽ വന്നിരിക്കുന്നു എന്ന് ഗ്രഹിച്ചു. അതുകൊണ്ട് ദാവീദ് ചാരന്മാരെ അയച്ചു. ശൗൽ ഇന്നേടത്ത് വന്നിരിക്കുന്നു എന്നറിഞ്ഞു. ദാവീദ് എഴുന്നേറ്റു ശൗൽ പാളയമിറങ്ങിയിരുന്ന സ്ഥലത്ത് ചെന്നു. ശൗലും അവന്റെ സേനാപതിയായ നേരിന്റെ മകൻ അബ്നേരും കിടക്കുന്ന സ്ഥലം ദാവീദ് കണ്ടു. ശൗൽ കൈനിലയുടെ നടുവിൽ കിടന്നുറങ്ങി. പടജ്ജനം അവന്റെ ചുറ്റും പാളയമിറങ്ങിയിരുന്നു. ദാവീദ് ഹിത്യനായ അഹിമേലെക്കിനോടും സെരൂയയുടെ മകനും യോവാബിന്റെ സഹോദരനുമായ അബീശായിയോടും പാളയത്തിൽ ശൗലിന്റെ അടുക്കിലേക്ക് ആർ എന്നോടുകൂടെ പോരും എന്ന് ചോദിച്ചു. ഞാൻ നിന്നോടുകൂടെ പോരും എന്ന് അബീശായി പറഞ്ഞു. ഇങ്ങനെ ദാവീദും അബീശായിയും രാത്രിയിൽ പടജ്ജനത്തിന്റെ അടുക്കൽ ചെന്നു. ശൗൽ കൈനിലയ്ക്കകത്ത് കിടന്നുറങ്ങുകയായിരുന്നു. അവന്റെ കുന്തം അവന്റെ തലയ്ക്കൽ നിലത്ത് തറച്ചിരുന്നു. അബ്നേരും പടജ്ജനവും അവന് ചുറ്റും കിടന്നിരുന്നു. അബീശായി ദാവീദിനോട്, ദൈവം നിന്റെ ശത്രുവിനെ ഇന്ന് നിന്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു. ഞാൻ അവനെ കുന്തം കൊണ്ട് നിലത്തോട് ചേർത്ത് ഒരു കുത്തായിട്ട് കുത്തട്ടെ, രണ്ടാമത് കുത്തുകയില്ല എന്ന് പറഞ്ഞു. ദാവീദ് അബീശായിയോട്, അവനെ നശിപ്പിക്കരുത്. യഹോവയുടെ അഭിഷിക്തന്റെ മേൽ കൈവച്ചിട്ട് ആർ ശിക്ഷ അനുഭവിക്കാതെ പോകും എന്ന് പറഞ്ഞു. യഹോവയാണ്, യഹോവ അവനെ സംഹരിക്കും. അല്ലെങ്കിൽ അവൻ മരിപ്പാനുള്ള ദിവസം വരും. അല്ലെങ്കിൽ അവൻ പടയ്ക്ക് ചെന്ന് നശിക്കും. ഞാൻ യഹോവയുടെ അഭിഷിക്തന്റെ മേൽ കൈവെപ്പാൻ യഹോവ സംഗതി വരുത്തരുതേ. എങ്കിലും അവന്റെ തലയ്ക്കിലുള്ള കുന്തവും ജലപാത്രവും എടുത്തുകൊള്ളുക, നമുക്ക് പോകാം എന്ന് ദാവീദ് പറഞ്ഞു. ഇങ്ങനെ ദാവീദ് കുന്തവും ജലപാത്രവും ശൗലിന്റെ തലയ്ക്കൽ നിന്ന് എടുത്ത് അവർ പോകുകയും ചെയ്തു. ആരും കണ്ടില്ല, ആരും അറിഞ്ഞില്ല, ആരും ഉണർന്നതുമില്ല. അവർ എല്ലാവരും ഉറങ്ങുകയായിരുന്നു. യഹോവയാൽ ഗാഢനിദ്ര അവരുടെ മേൽ വീണിരുന്നു. ദാവീദ് അപ്പുറം കടന്നു ചെന്ന് ദൂരത്ത് ഒരു മലമുകളിൽ നിന്നു. അവർക്ക് മധ്യേ മതിയായ അകലമുണ്ടായിരുന്നു. ദാവീദ് ജനത്തോടും നേരിന്റെ മകനായ അബ്നേരിനോടും, അബ്നേരെ, നീ ഉത്തരം പറയുന്നില്ലയോ എന്ന് വിളിച്ചു പറഞ്ഞു. അതിന് അബ്നേർ, രാജസന്നിധിയിൽ കൂകുന്ന നീ ആർ എന്ന് അങ്ങോട്ട് ചോദിച്ചു. ദാവീദ് അബ്നേരിനോട് പറഞ്ഞത്, നീ ഒരു പുരുഷനല്ലയോ? ഇസ്രായേലിൽ നിനക്ക് തുല്യൻ ആരുള്ളൂ? അങ്ങനെയിരിക്കെ നിന്റെ യജമാനനായ രാജാവിനെ നീ കാത്തുകൊള്ളാതിരുന്നത് എന്ത്? നിന്റെ യജമാനനായ രാജാവിനെ നശിപ്പിപ്പാൻ ജനത്തിൽ ഒരുത്തൻ അവിടെ വന്നിരുന്നുവല്ലോ. നീ ചെയ്ത കാര്യം നന്നായില്ല. യഹോവയുടെ അഭിഷിക്തനായ നിങ്ങളുടെ യജമാനനെ കാത്തുകൊള്ളാതിരിക്കയാൽ യഹോവയാണ്, നിങ്ങൾ മരണയോഗ്യർ ആകുന്നു. രാജാവിന്റെ കുന്തവും അവന്റെ തലയ്ക്കിൽ ഇരുന്ന ജലപാത്രവും എവിടെ എന്ന് നോക്കുക. അപ്പോൾ ശൗൽ ദാവീദിന്റെ ശബ്ദം തിരിച്ചറിഞ്ഞു. എന്റെ മകനെ ദാവീദേ, ഇത് നിന്റെ ശബ്ദമോ എന്ന് ചോദിച്ചതിന് ദാവീദ്, എന്റെ ശബ്ദം തന്നെ, യജമാനനായ രാജാവേ എന്ന് പറഞ്ഞു. യജമാനൻ ഇങ്ങനെ അടിയനെ തേടി നടക്കുന്നത് എന്തിന്? അടിയൻ എന്തു ചെയ്തു? അടിയന്റെ പക്കൽ എന്തു ദോഷമുള്ളൂ? ആകയാൽ യജമാനനായ രാജാവ് അടിയന്റെ വാക്ക് കേൾക്കണമേ. തിരുമേനിയെ അടിയന് വിരോധമായി ഉദ്യോഗിപ്പിക്കുന്നത് യഹോവയാകുന്നു എങ്കിൽ അവൻ ഒരു വഴിപാട് ഏറ്റ് പ്രസാദിക്കുമാറാകട്ടെ. മനുഷ്യരെങ്കിലോ അവർ യഹോവയുടെ മുൻപാകെ ശപിക്കപ്പെട്ടിരിക്കട്ടെ. നീ പോയി അന്യദൈവങ്ങളെ സേവിക്ക എന്ന് പറഞ്ഞ് യഹോവയുടെ അവകാശത്തിൽ എനിക്ക് പങ്കില്ലാതാകും വണ്ണം അവർ എന്നെ ഇന്ന് പുറത്തു തള്ളിയിരിക്കുന്നു. എന്റെ രക്തം യഹോവയുടെ മുൻപാകെ നിലത്ത് വീഴരുതേ. ഒരുത്തൻ പർവ്വതങ്ങളിൽ ഒരു കാട്ടുകോഴിയെ തേടുന്നതുപോലെ ഇസ്രായേൽ രാജാവ് ഒരൊറ്റ ചെള്ളിനെ തിരഞ്ഞു പുറപ്പെട്ടിരിക്കുന്നു എന്നും അവൻ പറഞ്ഞു. അതിന് ശൗൽ, ഞാൻ പാപം ചെയ്തിരിക്കുന്നു. എന്റെ മകനെ ദാവീദേ, മടങ്ങി വരിക.
എൻ്റെ ജീവൻ ഇന്ന് നിനക്ക് വിലയേറിയതായി തോന്നിയതുകൊണ്ട് ഞാൻ ഇനി നിനക്ക് ദോഷം ചെയ്യുകയില്ല. ഞാൻ ഭോഷത്വം പ്രവർത്തിച്ചു, അത്യന്തം തെറ്റിപ്പോയിരിക്കുന്നു എന്ന് പറഞ്ഞു. ദാവീദ് ഉത്തരം പറഞ്ഞത്, രാജാവേ, കുന്തമിത, ബാല്യക്കാരിൽ ഒരുത്തൻ വന്ന് കൊണ്ടുപോകട്ടെ. യഹോവ ഓരോരുത്തന് അവനവന്റെ നീതിക്കും വിശ്വസ്തതയ്ക്കും ഒത്തവണ്ണം പകരം നൽകട്ടെ. യഹോവ ഇന്ന് നിന്നെ എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു. എങ്കിലും യഹോവയുടെ അഭിഷിക്തന്റെ മേൽ കൈവെപ്പാൻ എനിക്ക് മനസ്സായില്ല. എന്നാൽ നിന്റെ ജീവൻ ഇന്ന് എനിക്ക് വിലയേറിയതായിരുന്നതുപോലെ എൻ്റെ ജീവൻ യഹോവയ്ക്ക് വിലയേറിയതായിരിക്കട്ടെ. അവൻ എന്നെ സകല കഷ്ടതയിൽ നിന്നും രക്ഷിക്കുമാറാകട്ടെ. അപ്പോൾ ശൗൽ ദാവീദിനോട്, എൻ്റെ മകനെ ദാവീദേ, നീ അനുഗ്രഹിക്കപ്പെട്ടവൻ, നീ കൃതാർത്ഥനാകും, നീ ജയം പ്രാപിക്കുമെന്ന് പറഞ്ഞു. പിന്നെ ദാവീദ് തൻ്റെ വഴിക്ക് പോയി, ശൗലും തൻ്റെ സ്ഥലത്തേക്ക് മടങ്ങിപ്പോയി.